യൂസ്ഡ് സ്കൂട്ടറിൽ എടുക്കാൻ ഒരു കിഡിലെ സ്പോട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ എന്നുകൂടി പറയാം. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരു സ്കൂട്ടർ പുതിയ എടുക്കണമെങ്കിൽ നമുക്ക് മിനിമം 1,00,000 രൂപയെങ്കിലും ഇല്ലാതെ പോയിട്ട് കാര്യമില്ല എന്ന് പറയാം. അപ്പോൾ നമ്മൾ ചിന്തിക്കും എത്ര അത്രയും മുടക്കണം, ചിലപ്പോൾ നമുക്ക് ചെറിയ ഓട്ടങ്ങൾക്ക് ഉപയോഗിക്കാനാവും, അല്ലെങ്കിൽ ഭാര്യക്കാവും, പെങ്ങൾക്കാവും, അനിയനാവും, അച്ഛനാവും, അങ്ങനെ ചെറിയ ഓട്ടങ്ങളുള്ള ആവശ്യങ്ങൾക്ക് നമ്മളൊരു സ്കൂട്ടർ നോക്കുക. പക്ഷേ 1,00,000 മുകളിൽ ബഡ്ജറ്റ് കാണേണ്ടതെന്ന് ചിന്തിക്കും യൂസർ നോക്കാമെന്ന് വിചാരിക്കും. യൂസർ നോക്കുമ്പോഴാണെങ്കിൽ 100 തലവേദനയാണ്. ഓൺലൈനിൽ OLX പരിപാടികളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒക്കെ നമ്മുടെ കച്ചവടക്കാർ, ബ്രോക്കേഴ്സ് ആഡ് കാണും. അത് പോയി നോക്കി പറഞ്ഞ കണ്ടീഷൻ കാര്യങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ ലോണിൻ്റെ പ്രശ്നങ്ങൾ, ഇനി എടുത്താൽ കംപ്ലൈൻറ്റ് വരുമോ, ഇത് മൊത്തം നടന്ന് പണിയാൻ നടക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ. എനിക്ക് 100% ഉറപ്പാണ് അത്തരത്തിലുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത്. ഞാൻ കടന്നുപോയ സിറ്റുവേഷനാണിത്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അവസാനം കുറച്ച് പൈസ പോയാലും വേണ്ട, സമാധാനം ലെവലിത് എന്ന് ചോദിച്ചിട്ട് അടവിട്ടിട്ട് പുതിയ വണ്ടി എടുക്കും അല്ലേ. എന്നാൽ ഒരു കിടന സ്പോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് തലവേദനകൾ ഒന്നുമില്ലാതെ ഒരു യൂസർ വണ്ടി എടുക്കാൻ പറ്റും. നമ്മുടെ തൃശ്ശൂർ അയ്യന്തോള് പൂരം എന്നുള്ള പേരിലാണ് കേട്ടോ ഇവിടെ യൂസർ. നമ്മുടെ 2 വീലറിൻ്റെ ഷോറൂമാണ്, ബൈക്കും ഉണ്ട്. പക്ഷെ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ സ്കൂട്ടറുകളാണ്. കാരണം നല്ല കണ്ടീഷനുള്ള സ്കൂട്ടറുകൾ നമുക്ക് 3 മാസം വരെ ചെക്കിങ് വാറണ്ടി ഉണ്ട്. നമ്മൾ വാഹനം എടുത്തു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ എന്തെങ്കിലും മേജർ ഇഷ്യൂസ് വന്നാൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നോ, നിങ്ങളൊന്നും പേടിക്കാനില്ല എന്നുള്ളതാണ്. അത് തന്നെ ഏറ്റവും വലിയൊരു റിലീഫാണ് നമ്മൾ യൂസർ വാഹനം എടുക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ കൂടുതലും സിംഗിൾ ഓണേഴ്സ് വാഹനങ്ങളുള്ളൂ. ഇനി ഫൈനാൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും അറേഞ്ച് ചെയ്ത് തരും. അതുപോലെ വാഹനം എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പണി കഴിച്ചിട്ടാണ് ഇവർ സെല്ല് ചെയ്യുള്ളൂ. ഇനി പെയിൻറ്റ് ടച്ച് ചെയ്യാണ്ടെങ്കിൽ അതുവരെ ചെയ്തിട്ടാണ് നമുക്ക് വാഹനം സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വാറണ്ടി തരാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. പൂരം യൂസർ 2 വീലേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ലൊക്കേഷൻ. നമ്മുടെ മദർ ഹോസ്പിറ്റലിനൊക്കെ തൊട്ടടുത്താണ് കേട്ടോ. അതേ ഫ്രണ്ടിലെ ഡിസ്പ്ലേ ഇങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. നമ്മുടെ വെസ്പ, അതുപോലെ പാഷൻ ഷൈന് പോലത്തെ വാഹനങ്ങൾ, നെവി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇവിടെ മുൻവശത്തായിട്ട് ഡിസ്പ്ലേയിൽ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ റയർ വണ്ടിയാണ്. ഇതൊക്കെ എനിക്കൊന്ന് 16 മോഡലൊക്കെയാണ്. 10, 25, 28,000 രൂപയ്ക്കാണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ബൈക്കിൻ്റെ സെഗ്മെൻറ്റിലേക്ക് പോകാം. പിന്നെ ഇവിടെ നമുക്ക് റോയൽ എൻഫീൽഡ് 2 വാഹനങ്ങളുണ്ട്. ഇത് നമുക്ക് ഏകദേശം 2020 മോഡലാണ്. 1,25,000 ആസ്കിങ് റേറ്റ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിൽ പറയുന്ന റേറ്റൊക്കെ നമുക്കൊരു നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. പിന്നെ സ്പ്ലെൻഡർ വേണ്ടവർക്കൊരു 3-4 മോഡലുണ്ട്. യൂണിക്കോൺ ഉണ്ട്. യൂണിക്കോണും 20 തന്നെയാണ് അല്ലേ. യൂണിക്കോൺ 20 മോഡലാണ് വന്നിട്ടുള്ളത്. ഏകദേശം 80,000 രൂപയ്ക്കാണ് ഇതിനൊരു ആസ്കിങ് റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പ്ലെൻഡർ പ്ലസ് നമ്മുടെ ഒരു ബ്ലാക്ക് എഡിഷനിൽ വന്ന ഒരു സ്പ്ലെൻഡർ നിൽക്കുന്നുണ്ട്. ഇത് 2022 മോഡലാണ്. വെറും 7,000 കിലോമീറ്റർ, 7,800 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിന് ഏകദേശം 80,000 രൂപയാണ് ഇതിനൊക്കെ ആസ്കിങ് റേറ്റ്. അതുകൂടാതെ തന്നെ ഈ ബഡ്ജറ്റ് കുറഞ്ഞു 30-ൻ്റെ ഉള്ളിൽ ബഡ്ജറ്റുള്ളവർക്കൊക്കെയുള്ള സ്പ്ലെൻഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി സ്കൂട്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15,000 മുതൽ അങ്ങോട്ട് ബഡ്ജറ്റുള്ളവർക്കുള്ളൊരു സ്കൂട്ടർ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് മുതൽ തന്നെ നമുക്ക് ഈ ഒരു ചെക്കിംഗ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മോഡൽ കൂടിയ വണ്ടിക്ക് മാത്രമല്ല, നമുക്കൊരു 15,000 രൂപയുടെ ഒരു 2010-11 വണ്ടി നിങ്ങൾ എടുത്താലും നിങ്ങൾക്കൊരു ചെക്കിംഗ് വാറണ്ടി കാര്യങ്ങളൊക്കെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചിട്ടുള്ള കുറച്ച് മോഡൽസ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് അത്രയും കിടിലൻ വണ്ടികളാണ് അവിടെ നിൽക്കുന്നതെന്ന് പറയാം. ഇതിൽ വണ്ടികൾ മോശമല്ലെന്നല്ല, മോഡൽ കുറവാണ്. നമുക്ക് 2010-11 മോഡൽസൊക്കെ ആവും. അപ്പോൾ ഒരു നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണ്. 15,000, 20,000-നകത്ത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ 2010 മോഡൽസൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇനി അതല്ല ഒരു 2013 മുകളിലേക്കുള്ള മോഡലൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20,000-30,000 ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ അതിനുള്ള മോഡൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആക്റ്റീവ് പോലുള്ള വാഹനങ്ങളൊക്കെ വാങ്ങാവുന്നേ ഉള്ളൂ. അതല്ല കുറച്ചുകൂടി ബഡ്ജറ്റ് എടുക്കാനുണ്ടെങ്കിൽ ഒരു 30,000-40,000 ബഡ്ജറ്റ് എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് 13 മുകളിൽ 14, 15 മോഡൽസ് ഉള്ള നമ്മുടെ ആക്റ്റീവ്, ആക്സസ് പോലുള്ള വണ്ടികളും മാസ്ട്രോ പോലുള്ള വണ്ടികളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്ന് പറയാം. അങ്ങനെ മോഡൽസിനനുസരിച്ചാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് മൊത്തം ഒരു 2016 മുകളിലുള്ള വണ്ടികളാണ്. 2016 മുകളിലേക്ക് വണ്ടി വരുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈനാൻസ് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഫൈനാൻസ് ഉണ്ടായിരിക്കില്ല. അതുപോലെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒക്കെ KL 8 ആണ് കൂടുതലും, അല്ലെങ്കിൽ KL 64, KL 48, KL 46, അതായത് ഒക്കെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് രജിസ്ട്രേഷൻ വാഹനങ്ങളാണ് ഉള്ളത് കേട്ടോ. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് പോയത്. KL 46 ആണ്, KL 8 ആണ്, KL 46. അപ്പോൾ കൂടുതലും ഇവിടെ തന്നെ ഷോറൂമുകളിൽ എക്സ്ചേഞ്ച് വരുന്ന വാഹനങ്ങളാണ് നമുക്കിവിടെ കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ നമുക്കൊരു ഫൈനാൻസ് പിടിച്ച അതർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമുക്ക് അതിന് നോർമലി ഒരു കച്ചവട സ്ഥാപനങ്ങളിൽ കാണുന്ന പോലെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്റ്റീവ് നമുക്ക് 2018 മോഡലാണ്. ഏകദേശം 32,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. തൃശ്ശൂർ രജിസ്ട്രേഷൻ, ലേറ്റ് രജിസ്ട്രേഷൻ വരുന്നതാണ്. ഏകദേശം ആസ്കിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ 48,000 രൂപയ്ക്കാണ് കേട്ടോ. അതിൻ്റെ ഒരു കണ്ടീഷൻ നോക്കിയാൽ മനസ്സിലാവും ഡീസൻ്റ് ആണെന്നുള്ളത്. പിന്നെ നല്ല കണ്ടീഷനുള്ള വണ്ടിയെ തരുള്ളൂ. കാരണം
സ്വാഭാവികമായിട്ടൊരു ചെക്കിംഗ് വാറണ്ടി തരുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് അങ്ങനെ എല്ലാവരും നൽകാത്തൊരു ഫീച്ചറാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ചെക്കിംഗ് വാറണ്ടി തരുന്നതുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് തന്നു വിട്ട് കംപ്ലൈൻ്റ് ആയി നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മോശം ഈ സ്ഥാപനത്തിലുള്ളതുകൊണ്ട് നല്ല കണ്ടീഷനായിട്ടുള്ള വണ്ടി തന്നെ ആയിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി എൻടോർക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് KL75 ആണ് രജിസ്ട്രേഷൻ വന്നത്, 2019 മോഡലാണ്. അതിന് 37,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് 58,000 രൂപയ്ക്കാണ് ആസ്കിങ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് IDFC ബാങ്കിൻ്റെ അതുപോലെ മലങ്കര ഫിനാൻസിൻ്റെ ഒക്കെ തന്നെയാണ് ഫൈനാൻസും വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ആക്റ്റീവ സ്പെഷ്യൽ എഡിഷൻ ഉണ്ട്, 2021 മോഡലാണ്. ഏകദേശം 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിന് 72,000 രൂപയാണ് നമുക്കൊരു ആസ്കിങ് റേറ്റ് വന്നിട്ടുള്ളത്. ഇതിന് ഡിയോ കാണാം, 2018 വണ്ടി തന്നെയാണ്. 56,000 രൂപയ്ക്കാണ് ഏകദേശം ആസ്കിങ് റേറ്റ് ഇതിന് വന്നിട്ടുള്ളത്. അതുപോലെ വെസ്പ നമ്മൾ മുൻവശത്ത് ഒരെണ്ണം കണ്ടു, അതുകൂടാതെ നമുക്കിത് ഇവിടെ ഒരെണ്ണം കൂടിയുണ്ട്. ഇത് 16 മോഡലാണ്, പുറത്തുള്ള 11, 12 കുറച്ച് മോഡൽ കുറഞ്ഞാണ്. അപ്പോൾ ഇതിന് വരുന്ന സമയത്ത് 45,000 രൂപയാണ് ആസ്കിങ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും എൻടോർക്ക് ഒരെണ്ണം കൂടിയുണ്ട്. ഇത് 2018 എൻടോർക്കാണ്, 52,000 രൂപയ്ക്കാണ് ഏകദേശം കോസ്റ്റ് വരുന്നത്. 40,000 കിലോമീറ്ററൊക്കെയാണ് അതിൻ്റെ ഓഡോമീറ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ആക്സസ് വന്നിട്ടുണ്ട്, സുസുക്കിയുടെ ആക്സസ് വരുന്ന സമയത്ത് 2020 മോഡലാണ്. ഏകദേശം 32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 60,000 രൂപയ്ക്കാണ് നമ്മുടെ ആസ്കിങ് റേറ്റ് വരുന്നത്. പിന്നെ എൻടോർക്കിൻ്റെ 2018 വണ്ടി, ഇതൊരു 36,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 52,000 രൂപയാണ് ഇത് ആസ്കിങ് റേറ്റ്. അപ്പോൾ ഇത് രണ്ടും ഒരു 2018 വണ്ടിയാണ്, ഏകദേശം ഒരേ റേറ്റ് തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരേ കിലോമീറ്റർ തന്നെയാണ് രണ്ട് എൻടോർക്കും ഓടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഓടിച്ച് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ, പ്രൈസും ഇതൊക്കെ വെച്ചിട്ട് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് റീസണബിൾ ആയിട്ടൊരു പ്രൈസും കാര്യങ്ങളാണ് വരുന്നത്, വിത്ത് വാറൻറ്റിയോട് കൂടിയിട്ട് കിട്ടുക എന്ന് പറയുന്നതുകൊണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ 1 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഈ വണ്ടികളൊന്നും ആവില്ല, ഇവിടുത്തെ കളക്ഷൻ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ വണ്ടി ഏതെങ്കിലും പർട്ടിക്കുലർ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതിൻ്റെ ആ ഒരു പ്രസക്തി ഇല്ലാതെ പോകും. അതുകൊണ്ടാണ് ഞാൻ ഓടിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങൾ, ഡീറ്റെയിൽസ് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കൊരു മാസ്ട്രോ ആണ്, ഹീറോയുടെ മാസ്ട്രോ 2017 വണ്ടിയാണ്. 36,000 കിലോമീറ്ററൊക്കെ ഓടിയിട്ട് അപ്പോൾ നമുക്ക് ഏകദേശം 32,000 രൂപ റേഞ്ചിലേക്കാണ് ഒരു ആസ്കിങ് റേറ്റ് വന്നുള്ളത്. പിന്നെ ഹോണ്ടയുടെ ആവിയേറ്റർ ആണ്, 2017 മോഡലാണ്, ഏകദേശം ഒരു 40,000 രൂപ. പിന്നെ ഒരു പെപ്ലസ്, സ്കൂട്ടി പെപ്ലസ് ഉണ്ട്, അത് ലേറ്റസ്റ്റ് മോഡലാണ്. നമുക്കൊരു 2019 മോഡലാണ്, ലോ കിലോമീറ്റർ ആണ്, ഒരു 9,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 89 ഫാൻസി നമ്പറിലാണ് മീറ്റർ നിൽക്കുന്നതെന്ന് പറയാം. അപ്പോൾ അതിന് ഏകദേശം ഒരു 42,000 രൂപയാണ് ആസ്കിങ് റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഫാസിനുണ്ട്, ഇത് ഓൾറെഡി സെയിലായ മോഡലാണ്, 2016 മോഡലാണ്, പക്ഷേ ഓൾറെഡി സെയിലായിട്ടുണ്ട്. പിന്നെ നമുക്കിത് മാസ്ട്രോ, ആക്റ്റീവ, അങ്ങനെ നിരവധി മോഡൽസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പെയിൻ ക്വാളിറ്റി കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് മൊത്തത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുള്ളത്. ടയേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു പറ്റ പോക്കായിട്ടുള്ള ടയർ കാര്യങ്ങളൊന്നുമില്ല, ഒരു മീഡിയം ലെവലിലുള്ള ടയർ, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു ടയറും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടികളിൽ കാണാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലവേദന ഇല്ലാതെ നിങ്ങൾക്കൊരു യൂസ്ഡ് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫേക്ക് പ്രോമിസ് കാര്യങ്ങളൊന്നുമില്ലാതെ ജെന്യുവിനായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം, 3 മാസത്തേക്ക് ഒരു വണ്ടിക്ക് വാറണ്ടി, യൂസ്ഡ് വണ്ടിക്ക് വാറണ്ടി തരിക എന്ന് പറഞ്ഞാൽ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റിയിട്ടുള്ളൊരു കാര്യമില്ല. അത് അത്രയും നമുക്ക് ധൈര്യത്തോടെ എടുക്കാമെന്നുള്ളതിലൊരു കാരണമായിട്ട് എടുക്കാം. പിന്നെ ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലത്തെ എല്ലാ സഹകരണവും ഉണ്ടാവുകയും ചെയ്യും. അതായത് നമുക്ക് ഫൈനാൻസ് സൗകര്യമുണ്ട്. പിന്നെ ലോണാണെങ്കിൽ പോലും നമുക്ക് ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ അറേഞ്ച്, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുക്കുകയുള്ളൂ ലോൺ പ്രോസസ് ചെയ്ത് വരാനൊക്കെ. അപ്പോൾ വന്ന് ഇഷ്ടപ്പെട്ട് വണ്ടി കണ്ട ലോണാണെങ്കിൽ പോലും നിങ്ങൾക്ക് അന്ന് തന്നെ ഡെലിവറി കാര്യങ്ങളൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. അതും ഇപ്പോൾ ഈ തൃശ്ശൂർ ഭാഗങ്ങളിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതേ രജിസ്ട്രേഷനിലുള്ള വണ്ടി കിട്ടുകയും ചെയ്യും. KL8 KL46 അല്ലെങ്കിൽ KL48 അത്തരത്തിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള വണ്ടികൾ കിട്ടുകയും ചെയ്യും. രജിസ്ട്രേഷൻ ഉള്ള വണ്ടികൾ സിംഗിൾ ഓണർ വണ്ടികളാണ്, കൂടുതലും സിംഗിൾ ഓണറാണ്. പിന്നെ മോഡൽ കുറയുന്തോറുമാണ് നമുക്ക് സെക്കൻഡ് ഓണറൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും നമ്മളിപ്പോൾ ഈ കാണിച്ച വണ്ടികളുണ്ടല്ലോ, നമ്മൾ സ്പെഷ്യലായിട്ട് ഇവിടെ നിർത്തിയിട്ട് കാണിച്ചത്, ഇതിലൊക്കെ നമുക്ക് കാണുന്നത് സിംഗിൾ ഓണർ വണ്ടികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ സ്കൂട്ടർ ഇത്തരത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ, സ്കൂട്ടർ അല്ല ബൈക്ക് ആണെങ്കിലും ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ കൂടുതലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൂടുതൽ ആളുകൾ നോക്കുന്നത് സ്കൂട്ടർ സെഗ്മെൻ്റ് ആണ് എന്നുള്ള യൂസ്ഡ് വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതല്ലാതെ നമുക്ക് കുറഞ്ഞ റേറ്റിനുള്ള ബൈക്കുകൾ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ഇപ്പോൾ 15,000, 18,000, 20,000 ചെറിയ ചെറിയ ബൈക്കുകൾ, സ്പ്ലെൻഡർ അതുപോലത്തെ വണ്ടികൾ, ഗ്ലാമർ പോലത്തെ വണ്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ അവൈലബിൾ ആണ്. തലവേദനകളൊന്നുമില്ലാതെ ഒരു യൂസർ സ്കൂട്ടർ സ്വന്തമാക്കണം. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ കാണാം. ബൈ ബൈ.